കേരളത്തിൽ ഇപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള എന്തൊരു സംഭവം നടന്നാലും അതിൽ ഇരയാര് വേട്ടക്കാരനാണ് ആര് എന്നുള്ളത് പ്രത്യേകം പരിശോധന നടത്തിയിട്ടാണ് മീഡിയകളും സോഷ്യൽ മീഡിയയിലും പത്രക്കാരും അതിനെ ആഘോഷിക്കാറുള്ളത്. അത് ഏതൊരു വിഷയം എടുത്ത് നോക്കിയാലും അതിന് അതിൻ്റേതായിരിക്കുന്ന ഒരു രീതി കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോഴത്തെ ഒരു പ്രധാന വിഷയം സോഷ്യൽ മീഡിയ ഒക്കെ വലിയ രീതിയിൽ പ്രതിഷേധ കൊടുങ്കാറ്റ് അയച്ചുവിട്ടിരിക്കുന്ന വിഷയവും അതോടൊപ്പം തന്നെ ചാനലിലും പത്രത്തിലും പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് വന്ന വിഷയമാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ടെക്സ്റ്റൈൽ സെയിൽസ് മാനേജറായിരുന്ന ദീപക് എന്ന 41 വയസ്സുകാരൻ്റെ ആത്മഹത്യ. ഈ ആത്മഹത്യക്ക് ഇടയാക്കിയിരിക്കുന്ന സാഹചര്യങ്ങളും സംഭവങ്ങളുമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ പ്രതിസ്ഥാനത്ത് വരുന്ന വ്യക്തിയെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ, ആ സ്ത്രീ എടുത്തിരിക്കുന്ന വീഡിയോ, ജിംഷിദ മുസ്തഫ എന്ന് പറയുന്ന ആളാണ് വീഡിയോ പകർത്തിയത്. ദേഹം സ്പർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നിലനിൽക്കുന്നത്. അതിൽ വീഡിയോ പകർത്തുന്നു, എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. ദീപക് എന്ന് പറയുന്ന ആൾ അത് കാണുന്നു, മാനസികമായിരിക്കുന്ന സമ്മർദ്ദമുണ്ടായി അല്ലെങ്കിൽ മാനസികപരമായിരിക്കുന്ന പ്രയാസത്താൽ ജീവനൊടുക്കി എന്നാണ് പ്രാഥമികമായിരിക്കുന്ന വിവരം. അങ്ങനെയാണ് അത് പറയുന്നത്, സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. തിക്കും തിരക്കുമുള്ള ബസ്സിൽ കയറിയിരുന്നിട്ട് സ്ത്രീ ദേഹസ്പർശം നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. അത് ഓരോരോ ഇൻഫ്ലുവൻസ് ഓരോ രീതിയിലും ഓരോരോ തലത്തിലും അതിനെക്കുറിച്ച് അവർക്ക് എങ്ങനെയാണോ കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുന്നത് ആ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് പറയുന്നു. സംഭവം ഏത് തരത്തിൽ നടന്നാൽ കൃത്യമായിരിക്കുന്ന പോലീസ് അന്വേഷണം നടത്തിയിട്ട് പ്രതിയെ കഠിനമായിരിക്കുന്ന ശിക്ഷ നടത്തണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത് ആഘോഷിക്കുന്നതും ആനന്ദിക്കുന്നതും മറ്റൊരു തരത്തിലാണ്. യഥാർത്ഥമായിരിക്കുന്ന സത്യങ്ങൾ പുറത്തു വരേണ്ടത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് എന്ന് ഇതിൻ്റെ ആമുഖമായിട്ട് നമ്മൾ പറയുകയാണ്. ഇപ്പോഴത്തെ അതിൽ ഒരു പ്രധാനമായ വിഷയം എന്ന് പറയുന്നത് ആത്മഹത്യാ കുറിപ്പിൽ ഇതാണ് സംഭവം എന്ന് വിശദീകരിച്ചിട്ടില്ല, അഥവാ ഒരു ആത്മഹത്യാ കുറിപ്പ് പോലും എഴുതി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നായിരിക്കുന്ന വിവരങ്ങളൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചാരണ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും കാരണം ഇതിൻ്റെ കൂടെ ഉണ്ടോ, ഇത് മാത്രമാണോ കാരണം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമാണോ എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണ കാര്യത്തിന് ശേഷം മാത്രമേ ആ വിഷയങ്ങളൊക്കെ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഏതാണോ ഇപ്പോഴത്തെ വൈറലായിരിക്കുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ വൈറലായിരിക്കുന്ന വീഡിയോ അതിനനുബന്ധമായ രീതിയിൽ അത് കൂടുതൽ ആളുകൾ കാണുന്നത് എങ്ങനെയാണോ അതിനെ ആസ്പദമാക്കിയിട്ട് വീഡിയോ ഇറക്കി അതിൻ്റെ പ്രചരിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് യൂട്യൂബർമാർ ചെയ്യുന്നതാണ്. ആ പ്രവൃത്തി ഈ വിഷയത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. നമ്മൾ അതേക്കുറിച്ച് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം, എന്താണ് അതിൻ്റെ സത്യം, എന്താണ് സാമൂഹികപരമായിരിക്കുന്ന കേരളത്തിൻ്റെ അന്തരീക്ഷം, മീഡിയക്കാരും പത്രക്കാരും സോഷ്യൽ മീഡിയയും അടക്കമുള്ള രാഷ്ട്രീയക്കാരും അടക്കമുള്ള സംവിധാനം ഇപ്പോൾ ഒരു വിഷയത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. മലപ്പുറത്ത് കുംഭമേള തീരുമാനിച്ചു. ആരാണ് എതിര് നിൽക്കുന്നത്? മലപ്പുറത്തുള്ള ഏതെങ്കിലും മുസ്ലിങ്ങൾ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു വിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ആഘോഷ പരിപാടി ഇന്ത്യ രാജ്യത്ത് ഏത് വിഭാഗത്തിനും എപ്പോഴും നടത്താൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. പിന്നെ അതിൽ നിയമപരമായിരിക്കുന്ന എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, വിഭാഗമായിട്ടോ ജാതിയായിട്ടോ സമുദായമായിട്ടോ ബന്ധപ്പെട്ടതല്ല. അപ്പോൾ പക്ഷേ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് മുസ്ലിങ്ങളെ പരാമർശിച്ചുകൊണ്ട് ആ രീതിയിലാണ് പല റിപ്പോർട്ടുകളും പുറത്തു വന്നത്. അതാരാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന കാര്യത്തൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മളത് സങ്കീർണമാക്കുകയല്ല, ഒരു ഉദാഹരണം പറയുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുംഭമേള വന്നു, സന്തോഷം. മഹാകുംഭമേളയ്ക്ക് മലപ്പുറം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾക്കതിനെ സ്പർശിക്കാവുന്നതാണ്, പരാമർശിക്കാവുന്നതാണ്. എതിർക്കപ്പെട്ടത് ആരാണ്? ഗവൺമെൻറ് തലത്തിൽ അതിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാണ് എതിർപ്പുണ്ടായത്. അതിന് നിയമപരമായ രീതിയിൽ നടപടിയെടുക്കുന്നോ മറ്റോ പറഞ്ഞു. അത് അവർ ആ കാര്യം കൃത്യമാക്കുകയും ചെയ്തു. അതോടുകൂടി അനുമതി കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ സ്പർശിക്കപ്പെട്ടതൊക്കെ സമുദായമാണ്. ആ വിഭാഗത്തെ, ന്യൂനപക്ഷ വിഭാഗത്തെ അവരുടെ വാപ്പയാണോ അവരുടെ വാപ്പേൻ്റെ വാപ്പയാണോ എന്ന രീതിയിലൊക്കെ പല വീഡിയോകളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ റൂട്ട് പോകുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഇൻഫ്ലുവൻസിൻ്റെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യുവാവ് ആത്മഹത്യ ചെയ്തതിൻ്റെ ആ ഭാഗത്തെക്കുറിച്ചാണ് ആദ്യം പരാമർശിച്ചത്.
കൃത്യമായിരിക്കുന്ന പോലീസ് റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഈ വിഷയം തന്നെ, ഈ വീഡിയോ എടുത്ത കാരണം തന്നെയാണ് ആത്മഹത്യ ചെയ്യപ്പെട്ടത്, അതാണ് അതിൻ്റെ കാരണം എന്ന് ഇപ്പോഴും അത് പുറത്തു വന്നിട്ടില്ല. പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തെളിയേണ്ടതാണ്. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന കാര്യമൊക്കെ ഒരുപക്ഷെ പോലീസ് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. ഈ സ്ത്രീയെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്, രണ്ട് രീതിയൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട്. അതൊക്കെ നിയമത്തിന് നമ്മൾ വിട്ടുകൊടുക്കുന്നു. നിയമപരമായ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൈവുള്ളവരാണ്, അന്വേഷിക്കട്ടെ. നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം കൃത്യമായ രീതിയിൽ കുറ്റവാളിക്ക് ശിക്ഷ നൽകട്ടെ. അതിലൊന്നും യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയമില്ല. ആ റൂട്ടിലൂടെ പോട്ടെ. നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 ഉദാഹരണങ്ങളാണ് പറയുന്നത്. ആരാണ് ഇര, ആരാണ് വേട്ടക്കാരൻ? ഇരയും വേട്ടക്കാരനും ആർക്കൊപ്പം എങ്ങനെയാണ് നിൽക്കുന്നത്? ആ വിഷയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു മാനസിക അന്തരീക്ഷവും മാധ്യമ മീഡിയകളും പത്രക്കാരും ഒക്കെ ഏത് തരത്തിൽ ചിന്തിക്കുന്നു എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സംഭവം നടക്കുന്നത് 2015 ജനുവരി മാസം 29-ാം തീയതി. സ്ഥലം തൃശ്ശൂരാണ്, തൃശ്ശൂർ ജില്ലയിൽ ശോഭ സിറ്റിയിലെ ആ സ്ഥാപനത്തിൻ്റെ ഗേറ്റ് തുറക്കാൻ വൈകിയ കാരണത്താൽ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസ് എന്ന് പറയുന്ന ആളെ ആ സ്ഥാപനത്തിൻ്റെ ഉടമയായിരിക്കുന്ന മുഹമ്മദ് നിസാം എന്ന ആൾ ഹമ്മർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കാർ ഇടിച്ച് കൊലപ്പെടുത്തി എന്നതാണ് കേസ്. ആ കേസിനോടനുബന്ധിച്ച് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തെ 600 മീറ്ററോളം ദൂരത്തേക്ക് ഈ വാഹനത്തിൻ്റെ ഏതോ ഭാഗത്ത് കുടുങ്ങി വലിച്ചു കൊണ്ടുപോയി മരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം വീണ്ടും വീണ്ടും ഇടിപ്പിച്ചു. ആശുപത്രിയിലോ ബന്ധപ്പെട്ടിടത്തിലോ ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടില്ല എന്നുള്ള ഒരുപാട് കുറ്റങ്ങൾ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. പ്രതിയെ പോലീസ് പിടികൂടുന്നു, അന്വേഷണം നടത്തുന്നു. ഈ പറയപ്പെട്ട നിശാം എന്ന് പറഞ്ഞാൽ കുറ്റവാളിയാണെന്ന് ബോധ്യപ്പെടുന്നു. അയാൾക്ക് ശിക്ഷ നൽകുന്നു. എന്താ ശിക്ഷ? ജീവപര്യന്തം തടവ് പ്ലസ് അധികമായിട്ട് 24 വർഷ ശിക്ഷ. അത് മറ്റു കുറ്റങ്ങളെല്ലാം കൂടിയും ചേർത്ത് കൊണ്ടാണ് ആ ശിക്ഷാവിധി നടപ്പിലാക്കിയത്. ഏകദേശം 38 വർഷം അദ്ദേഹം ശിക്ഷ അനുഭവിക്കണം. ഹൈക്കോടതി ഈ ശിക്ഷാവിധി ശരിവെക്കുകയും ചെയ്തു. നിശാം മദ്യപിച്ചിരുന്നു, കാറ് കൊണ്ട് കരുതിക്കൂട്ടി കൊലപ്പെടുത്തിയതാണ്, കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ്. 700 മീറ്ററോളം ഇദ്ദേഹത്തെ തള്ളിക്കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ ചികിത്സാ കാര്യങ്ങൾക്ക് അതിന് ശേഷം നൽകിയിരുന്നു. പക്ഷേ ഫെബ്രുവരി മാസം 16-ാം തീയതി ചന്ദ്രബോസ്, അതായത് 2015 വർഷത്തിൽ അദ്ദേഹം മരണപ്പെടുന്നു. കേരളം ഇളകി മറിഞ്ഞ കേരളത്തിൻ്റെ ചാനലുകളും പത്രങ്ങളും മീഡിയകളും സോഷ്യൽ മീഡിയകളും എല്ലാം ഈ പ്രതിക്കെതിരെ കഠിനമായിരിക്കുന്ന ശിക്ഷ നൽകണമെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഒരു വലിയ കേസായിരുന്നു അത് ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അമ്മർ കാർ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടു നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കുറേ കാലത്തിലെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ മീഡിയയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുക. സോഷ്യൽ മീഡിയ തോന്നുന്നു കണ്ടിട്ടുണ്ട്, ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. കുറ്റവാളി ശിക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ എന്തൊക്കെ സംശയമുണ്ടോ? ഒരു സംശയവുമില്ല, കുറ്റവാളി ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. അങ്ങനെ 4 വർഷം കഴിഞ്ഞു. ഈ സംഭവം നടക്കുന്നത് 2015-ലാണ്. 4 വർഷം കഴിഞ്ഞു. പിന്നെ ഒരു സംഭവം കൂടി ഉണ്ടായി. അതും കൂടി നമ്മൾ വായിക്കണം, മനസ്സിലാക്കണം. ആ സമയത്ത് മാത്രമാണ് കേരളം ഇരയുടെ കൂടെയാണോ വേട്ടക്കാരൻ്റെ കൂടെയാണോ നിൽക്കുന്നത്, നമ്മൾക്കൊക്കെ നിലപാട് എന്താണ് എന്നുള്ളത് അവനവൻ ചിന്തിക്കേണ്ടത് പോലും ഈ സംഭവം കൂടി വായിക്കുന്ന സമയത്താണ്. 2019 ഓഗസ്റ്റ് മാസം 3-ാം തീയതി ശനിയാഴ്ച പുലർച്ചെ രാത്രി 1 മണിക്ക് തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ, അതായത് വല്ലയമ്പലം റോഡിൻ്റെ ഭാഗത്ത്, തിരുവനന്തപുരം സിറാജ് ദിനപത്രം ബ്യൂറോയുടെ റിപ്പോർട്ടർ രാത്രി 1 മണിക്ക് ബൈക്കിൽ പോകവേ അദ്ദേഹത്തിൻ്റെ ബൈക്കിൻ്റെ പിറകിൽ ഒരു കാർ ഇടിക്കുന്നു. അദ്ദേഹം ഒരു ഭാഗത്തേക്ക് തെറിച്ച് വീണു, ചുമരിൽ അടിച്ചു വീണു എന്നൊക്കെ പറയുന്നു. ആരെ കാർ ഓടിച്ചത്? IAS ഉദ്യോഗസ്ഥനായിരിക്കുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ. ഇയാളെ കളക്ടറായിരിക്കുന്ന അദ്ദേഹമാണ് വണ്ടി ഓടിച്ചത്. എന്തൊക്കെ കേസ്? മദ്യപിച്ചിരുന്നു, അമിത വേഗതയാണ്, ഈ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, വേണ്ട രീതിയിൽ ഇദ്ദേഹത്തിന് ചികിത്സ നൽകിയിട്ടില്ല അല്ലെങ്കിൽ ആശുപത്രി എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മൊബൈലുകൾ മോഷണം പോയി എന്ന റിപ്പോർട്ടുണ്ട്. ബഷീർ ഉപയോഗിച്ചിരുന്ന മൊബൈൽ പിന്നീട് കണ്ടെത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പിന്നെ കാണാതായിപ്പോയി. അതെങ്ങനെ അങ്ങനെ ഒന്നും അതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളൊന്നുമില്ല. ബഷീർ സംഭവ സ്ഥലത്ത് മരിച്ചു.
പിന്നീട് അത് കേസിൻ്റെ റൂട്ടിലേക്ക് വന്നു. പോലീസ് പറന്നെത്തി എന്ന് പറയുന്നു. പോലീസ് പറന്നെത്തിയ സമയത്ത് IAS വെങ്കട്ടരാമൻ താൻ IAS കാരനാണ്, കളക്ടറാണ് എന്നുള്ള ID കാർഡിച്ച് കൊടുത്ത സമയത്ത് അറസ്റ്റ് ചെയ്യാനോ വേറെ ബന്ധപ്പെട്ട രീതിയിനോ അയാൾക്ക് അധികാരമില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഒരു ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അത് റൂട്ട് വേറെയാണ്. അതിൻ്റെ രീതിയിലൂടെയൊക്കെ നീങ്ങാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഓരോരുത്തരെ വളരെ സിമ്പിളായ രീതിയിൽ കൊലപ്പെടുത്താൻ വേണ്ടി പറ്റുമല്ലോ. പിന്നെ ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്ന സമയത്ത് ഫ്രീ ആയിട്ട് വിടുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നിയമവ്യവസ്ഥ ഇല്ലല്ലോ. ശരി, അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടോ? ഇല്ല. ആ കേസ് വിചാരണ നടത്തിയിട്ട് അത് ശിക്ഷിക്കപ്പെടുകയോ അതല്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ കിടക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ട് ഇദ്ദേഹം ഇപ്പോഴും ജോലി ചെയ്യുന്നു. ശമ്പളം എത്രയെന്നറിയോ? ഏകദേശം 2 ലക്ഷം രൂപ. 2 സംഭവങ്ങൾ നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്. നമ്മുടെ സാമൂഹികമായിരിക്കുന്ന അന്തരീക്ഷ സ്ഥിതികളൊക്കെ എങ്ങോട്ട് പോകുന്നുണ്ട്. 2015 ഒരു കൊലപാതകം നടന്നു. ചന്ദ്രബോസ് മരിക്കുന്നു. പ്രതിയായിരിക്കുന്ന മുഹമ്മദ് നിസാമിന് 24 വർഷം ശിക്ഷ നൽകുന്നു. 2019 ഓഗസ്റ്റ് മാസത്തിൽ മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന സിറാജ് പത്രത്തിൻ്റെ റിപ്പോർട്ടർ കൊല ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അയാൾ കാറിടിച്ച് മരിക്കുന്നു. അതിൻ്റെ പ്രതി ഇപ്പോഴും 2 ലക്ഷം രൂപ ശമ്പളത്തിൽ വാങ്ങിയിട്ട് ജീവിക്കുന്നു. ആരാണ് ഇര, ആരാണ് വേട്ടക്കാരൻ? എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കി? സിറാജ് പത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മീഡിയക്കാർ, കേരളത്തിൻ്റെ പത്രക്കാർ, അവർക്കൊരു അസോസിയേഷൻ ഉണ്ട്. പത്രക്കാർക്കും ചാനലുകാർക്കൊക്കെ ഒരു അസോസിയേഷൻ ഉണ്ട്. ഈ അസോസിയേഷൻ ശക്തമായ രീതിയിൽ ഇതിനെതിരെ ഇങ്ങനെയല്ല വേണ്ടത്, ന്യായവും നീതിയും നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ പത്രത്തിൻ്റെ പ്രാധാന്യത്തോട് റിപ്പോർട്ട് വന്നു. ചാനലിൽ അത് ചർച്ചയായി. അത് സ്വകാര്യ കേസ് പോലെയുള്ള സംവിധാനത്തിലേക്ക് എത്തി. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. പക്ഷേ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കണം, നമ്മൾ ഈ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ മരണപ്പെട്ടത് 41 വയസ്സുകാരനായിരിക്കുന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ആളെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് ഉള്ളതും ഇല്ലാത്തതുമായിരിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഇപ്പോൾ മീഡിയയിലൂടെ, സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഉള്ളതാണെങ്കിൽ ഓക്കെ, വിഷയമില്ല. നമ്മൾ പോലീസ് സംവിധാനത്തിലൂടെ നമ്മൾ പറയപ്പെട്ട 2 കേസും പോലീസാണ് അന്വേഷിച്ചത്. 2015 ഈ പറയപ്പെട്ട ചന്ദ്രബോസിൻ്റെ കൊലപാതകം അന്വേഷിച്ചത് പോലീസാണ്. 2019 മുഹമ്മദ് ബഷീറിൻ്റെ കൊലപാതകം അന്വേഷിച്ചത് പോലീസാണ്. എങ്ങനെയൊക്കെയാണ് നീതി വന്നത്? നീതി നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ റൂട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ആളും അദ്ദേഹത്തെ ആ സ്ത്രീയുടെ കാരണത്താൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സമയത്തും ഇവിടെ ഇരയാണ്, ആരാണ് വേട്ടക്കാരനാണ്, ആരാണ് എന്നുകൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇനി കുറച്ചും കൂടി കഴിയുന്ന സമയത്ത് ഇത് എവിടെ അത് അവസാനിക്കുക എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ ഈ കാരണമായിരിക്കില്ല പോലീസ് അന്വേഷണത്തിൽ മറ്റൊന്നേ കാരണം കണ്ടെത്തുകയാണെങ്കിൽ ഇത്രയും ലൈക്ക് അടിച്ച് അല്ലെങ്കിൽ സബ്സ്ക്രൈബൊക്കെ കൂട്ടിയിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ എന്ത് സംഭവമാണെങ്കിലും നമുക്ക് കിട്ടേണ്ടത് കിട്ടി എന്നൊരു ആശ്വാസം ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട സ്ത്രീക്കെതിരെയാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഈ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇത് ആൾക്കാർ കാണും എന്നുള്ളതും എനിക്കറിയാവുന്നതാണ്. അങ്ങനെയല്ല, നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരേണ്ടതും ചിന്തിക്കണം. അവനവൻ്റെ നേരെ വരുന്ന സമയത്തും നീതി കിട്ടാത്ത ഒരു സാഹചര്യം വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉണരുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.